ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പഴയ KPCC പ്രസിഡന്റും അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹം താഴെ വീണത് അപ്പോഴാണ്. ആ തള്ളിൻ്റെയും ഉന്തിൻ്റെയും വഴക്കിൻ്റെയൊക്കെ ഇടയിൽ പിറ്റേന്ന് കാലത്തെ UDF-ൻ്റെ ജാഥ നയിക്കുന്ന ആൾ ഒരു പുതിയ പദം മലയാളത്തെ പരിചയപ്പെടുത്തി. മലയാളം പൊതുവെ ശുഷ്കമായ ഭാഷയല്ല, സമ്പന്നമായ ഭാഷയാണ്. ഈ ഭാഷയ്ക്ക് പദാവലികൾ തീരെ കുറവൊന്നുമല്ല. അതൊന്നും പോരാഞ്ഞ് UDF-ൻ്റെ ജാഥയുടെ നായകൻ പുതുതായി കണ്ടെത്തി തന്ന പേരാണ് സ്നേഹത്തള്ള്. സ്നേഹിക്കുമ്പോൾ തള്ളു അത്രേ. ആ തള്ളേറ്റ് ആൾക്കാർ വീഴും. അതൊരു പുത്തനറിവാണ് കേരളത്തിന്. ആൾക്കാർക്ക് സ്നേഹം തോന്നിയാൽ തള്ളി താഴ്ത്തിടുമോ? ഇടുമെന്നാണ് UDF-ൻ്റെ ഭാഷ്യം. അതുകൊണ്ട് എല്ലാ UDF സുഹൃത്തുക്കളും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. UDF ജാഥ വരുമ്പോൾ സ്നേഹം കൂടിയാൽ തള്ളാകും, പിന്നെ വേറെ പലതുമാകും. അതുകൊണ്ട് നിശ്ചിതമായ അകലം പാലിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ സ്നേഹം വരും. സ്നേഹം വന്നാൽ എന്തും സംഭവിക്കാം. നമ്മുടെയൊക്കെ അറിവിൽ സ്നേഹം വരുമ്പോൾ കൈ കൊടുക്കാം, ഇങ്ങനെ തട്ടാം തോളത്ത് സ്നേഹത്തോടു കൂടി. ആഹ്ലാദം വേലിയേറ്റം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ രണ്ട് തോളിലും പിടിച്ച് കുലുക്കും, എടാ എടി എന്നൊക്കെ പറഞ്ഞ്. അല്ലെങ്കിൽ ഒരു ഉമ്മ കൊടുക്കാം, കെട്ടിപ്പിടിക്കാം. ഇതെല്ലാം സ്നേഹത്തിൻ്റെ ഓരോരോ പ്രകടനങ്ങളാണ്. സ്നേഹിക്കുമ്പോൾ തള്ളുന്ന കാഴ്ച നമ്മൾ ആദ്യം കാണുകയാണ്. ആ കണ്ടുപിടുത്തത്തിൻ്റെ കേരളം കടപ്പെട്ടിരിക്കുന്നു കോൺഗ്രസിനോട്. ഇതെല്ലാം കണ്ടുപിടുത്തം ചെയ്തു കോൺഗ്രസ്. ഇങ്ങനെയുള്ള കോൺഗ്രസിൻ്റെ ഈ സംഗതി തള്ളെന്നാണ് അദ്ദേഹം പറയുന്നത്. മലയാളത്തിൽ ഇപ്പോൾ ഈ ഒരു പുതിയ പ്രയോഗമുണ്ട്, അത് മംഗ്ലീഷ് എന്ന് പറയും. സോഷ്യൽ മീഡിയ സജീവമായപ്പോൾ, ഫേസ്ബുക്ക്, വാട്സാപ്പ് ഇതൊക്കെ സജീവമായപ്പോൾ ഉണ്ടായ ഒരു പുതിയ ഭാഷയാണ് മംഗ്ലീഷ്. നമുക്ക് മലയാളം വാക്കുകൾ ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും. സ്പെല്ലിംഗ് ഇംഗ്ലീഷിലായിരിക്കും, പക്ഷേ വാക്ക് മലയാളമായിരിക്കും. അങ്ങനെ വന്നാൽ ഞാൻ ഓർത്തു നോക്കി, തള്ള് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് എന്താ? മംഗ്ലീഷ് തള്ള്, TALLU തള്ള് എന്ന് പറയും അവർ. തല്ല് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് എന്താ? ഇതേ സ്പെല്ലിംഗ് തന്നെയാണ്. ഇതേ സ്പെല്ലിംഗ് തന്നെ പറഞ്ഞാൽ തള്ളുവാകാം, തല്ലുവാകും. അത് കൊണ്ടവർ പറയുന്നു, കൊടുത്തവർ പറയുന്നു തള്ളാണ്, കണ്ട ആൾ പറയുന്നു സ്നേഹത്തള്ളാണ്. സ്നേഹത്തള്ളായാലും സ്നേഹത്തല്ലായാലും അതുമായി ഒരു ജാഥ വരുന്നുണ്ട്. ആ ജാഥയെ എല്ലാവരും കരുതിയിരുന്നാൽ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് മാത്രമേ ഞാൻ പറയാനുള്ളൂ.